ദില്ലിയിൽ 12 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്തവരടക്കം 3 പേർ പിടിയിൽ. ജിൽബിയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ജിൽബി, എപ്പോഴാണ് സംഭവം, എന്താണ് ഉണ്ടായത്? കീർത്തി, ജനുവരി 1-നാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അതായത് ദില്ലിയിലെ സദർ ബസാറിലെ ആളൊഴിഞ്ഞ സ്ഥലത്താണ് ഇത്തരത്തിലൊരു സംഭവം, ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഓൾഡ് ദില്ലിയിലെ സദർ ബസാറിലെ ഒരു ചായക്കടയിലെ ആൾക്കാർ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ബലാത്സംഗമാണിത്. അതായത് ചായക്കടയിൽ സഹായത്തിനായി നിന്നിരുന്ന യുവതിയുടെ സഹായത്തോടെ ഈ പെൺകുട്ടിയെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയും അവിടെ വെച്ച് 5 പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തതായിട്ടുമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ഈ കൂട്ടബലാത്സംഗം ചെയ്ത 5 പ്രതികളിൽ 3 പേർ പ്രായപൂർത്തി ആകാത്ത ആളുകളാണ്. ഈ 3 പേരും ഈ പറഞ്ഞ ചായക്കടയിലെ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ്. ഏകദേശം 12, 14, 15 വയസ്സ് പ്രായമുള്ളവരാണ് ഈ 3 ആൺകുട്ടികളും. ഇത്തരത്തിൽ ഒരു യുവതിയുടെ സഹായത്തോടെ ഇവരെ കൊണ്ടുവരികയും ഈ യുവതിക്ക് ഇവർ പണം വാഗ്ദാനം ചെയ്തതായിട്ടും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ സംശയിക്കുന്നുണ്ട്. എന്തായാലും ഈ പെൺകുട്ടി ഇത്തരത്തിൽ ബലാത്സംഗത്തിന് ഇരയായതിനു ശേഷം പോലീസിനോട് പരാതിപ്പെട്ടാൽ അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞാൽ കൊല്ലുമെന്നുള്ള ഭീഷണിയൊക്കെ ഈ പ്രതികൾ നടത്തിയിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുകളും ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ പോലീസിൽ പരാതിപ്പെടാൻ ഭയപ്പെട്ടിരുന്ന പെൺകുട്ടി ഒരു ബന്ധുവിനോട് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും അതിനുശേഷം ബന്ധു മാതാപിതാക്കളെ അറിയിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് ഉടൻ തന്നെ അന്വേഷിക്കുകയും അന്വേഷണത്തിൽ ഈ 5 പ്രതികളെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ പിടിയിലായ 5 പ്രതികളിൽ 3 പേർ പ്രായപൂർത്തിയാകാത്തവരാണെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ ചായക്കടക്കാരൻ എന്ന് ആക്കുന്നയാൾ ഛത്തീസ്ഗഡുകാരനും ഈ പ്രതികളിൽ 3 പേർ, അതായത് പ്രായപൂർത്തിയാകാത്ത 3 പേർ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് സ്വദേശികളാണെന്നുമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും സംഭവത്തിൽ 5 പേരും പിടിയിലായിട്ടുണ്ട്. എന്തായാലും ജനുവരി 1-നാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ദില്ലിയിൽ അരങ്ങേറിയത്. നമുക്കറിയാം, ദില്ലിയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത് ആദ്യമായിട്ടുള്ളൊരു സംഭവമല്ല, പക്ഷെ മറിച്ച് വലിയ രീതിയിൽ ദില്ലിയിൽ ഈ പെൺകുട്ടികൾക്ക് സുരക്ഷിതമല്ല എന്ന് കാണിക്കുന്ന, വ്യക്തമാക്കുന്ന ഇതിന്റെ തെളിവുകളാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കീർത്തി. ശരി, ജിൽബിയാണ് വിവരങ്ങൾ നൽകിയത്.